ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സേമിയയും അരിപ്പൊടിയൊക്കെ ചേർന്നിട്ടുള്ള ഒരു അതിമധുരമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഈ രണ്ട് ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1.5 കപ്പോളമുള്ള വെർമിസെല്ലി അല്ലെങ്കിൽ സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സേമിയ മേടിക്കുമ്പോൾ നല്ല കനം കുറഞ്ഞിട്ടുള്ള സേമിയ മേടിക്കാൻ നോക്കുക. ഇതിപ്പോൾ എല്ലാ ഷോപ്പുകളിലും അവൈലബിൾ ആണ്. വളരെ നൂൽ കന ഇതിനുണ്ടാവുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സേമിയാണ് എടുക്കേണ്ടത്. അതാണ് എടുത്തിട്ടുള്ളതും. ഇനി നമുക്ക് ഇത് നല്ല നീളത്തിലാണ് ഇരിക്കുക. അത് നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അത് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് പൊടിക്കണ്ട. അതാ ഇപ്പം ഞാൻ കാണിക്കുന്ന ഇതുപോലെ അങ്ങ് ഒന്ന് പൊടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പീച്ച് കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഞാനത് ഈ ഒരു സേമിയ ഏകദേശം ഒരു മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1.5 ടീസ്പൂണോളമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമില്ല. നമ്മൾ ഇതിനകത്ത് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതൊന്ന് നന്നായിട്ടൊരു നമുക്കൊരു പിടിക്കാൻ പറ്റുന്ന ഒരു ഷേപ്പിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് അത് ഓപ്ഷണലാണ്. ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കരിക്കേണ്ട കാര്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു നിറക്ക് മാറി വന്നാൽ മതി. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് 2 ടേബിൾ സ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്യണം. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സേമിയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ നന്നായി മിക്സായി തന്നെ നല്ലൊരു നമുക്കൊരു ഷേപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറു ചൂടോടെ നമ്മുടെ കൈക്ക് പിടിക്കാൻ പറ്റുന്ന ചൂടിൽ വേണം നമ്മൾ ഏത് ഷേപ്പിലാണ് എടുക്കുന്നത് ആ ഒരു ഷേപ്പിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. ഞാനിന്നിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ കട്ടോരി, ഈ കുഞ്ഞു പാത്രങ്ങളുണ്ടല്ലോ, സൈഡ് പാത്രങ്ങൾ, അതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഗ്ലാസ് വേണമെങ്കിൽ ഗ്ലാസിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാം. ഒരു പകുതി ഒരു കാൽ ഭാഗത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിലൊന്ന് നിറച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനിന്ന് ഈ ഒരു 3 പാത്രത്തിൽ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഇതുപോലത്തെ ഒരു ഫിലിം പേപ്പർ നമുക്ക് ഒന്ന് വെച്ച് ഒരു ലൈനിങ് പോലെ വെച്ച് കൊടുക്കാം, പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഫിലിം പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിന് പകരം നെയ്യോ അല്ലെങ്കിൽ അല്പം എണ്ണയൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തടവി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ഫിലിം പേപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ നമുക്ക് ചെറു ചൂടല്ല, കയ്യിൽ പിടിക്കാൻ പറ്റുന്ന അത്രയും ചൂടോട് കൂടെയുള്ള ആ ഒരു സേമിയ നമുക്ക് ഈ പാത്രത്തിൻ്റെ ഷേപ്പിലോട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ തന്നെ ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് ആ ഒരു ഷേപ്പിൽ വെക്കുന്നത് ആ ഒരു പാത്രത്തിൻ്റെ രൂപത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നടുക്കിൽ ഇതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു കുഴിയോട് കൂടെ വേണം നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ഞാൻ ഈ ഒരു 3 പാത്രത്തിലും ഇതുപോലെയൊക്കെ ഒന്ന് നിറച്ചെടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, കാരണം തികയാതെ വന്നു. സേമിയ കുറച്ച് പോരായ്മ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ അത് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കൊരു ക്രീം തയ്യാറാക്കണം. ഒരു കസ്റ്റർഡ് ക്രീം പോലത്തെ ഒരു ക്രീമാണ്. അതിനായിട്ട് 1/2 ലിറ്ററോളമുള്ള പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂണോളമുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ആണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് അലിയത്തക്ക രീതിയിലുള്ള പാല് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു 1/2 ലിറ്റർ പാലിൽ നിന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കാൻ മറക്കരുത്, അതാണ് കൂടുതൽ രുചി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. നന്നായിട്ട് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. നല്ല പാല് പരുവത്തിനാണ് ഇത് ഇരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് വേണ്ടതും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ലിറ്ററോളമുള്ള പാല്, അതിൽ നമ്മൾ ഇച്ചിരി ഒരു അരിപ്പൊടി എടുക്കാനായിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പാല് ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
പാലൊക്കെ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്, മധുരമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. കാരണം നമ്മൾ മുന്നേ തന്നെ സേമിയക്കകത്ത് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർത്തതാണ്. അപ്പോൾ പഞ്ചസാര അതനുസരിച്ചിട്ട് ഇവിടെ ചേർക്കുക. ഇനി നമുക്ക് പാലൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയുടെ മിക്സ് ഈ ഒരു പാലിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ അരിപ്പൊടിയുടെ മിക്സ് ഒഴിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇളക്കുന്നത്. സാധാരണ കസ്റ്റർഡ് ക്രീമൊക്കെ എപ്പോഴും ഒരു മഞ്ഞ കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് ആ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 നുള്ളോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടിക്ക് പകരം ഫുഡ് കളർ ചേർക്കുന്നവർക്ക് ഫുഡ് കളർ ചേർക്കാം. പക്ഷേ മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് ഈ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ട് ഒരു രുചിക്ക് ഒരു വ്യത്യാസം വരില്ല കേട്ടോ. ഉറപ്പായിട്ടും ഒരു വ്യത്യാസം വരില്ല. മാത്രമല്ല നല്ലൊരു കളർ കിട്ടും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് കസ്റ്റർഡ് ക്രീമൊക്കെ നമ്മൾ ഉണ്ടാക്കി നല്ല തിക്കായി കുറുകി വരത്തില്ലേ, ആ ഒരു പരുവം വരെ നമുക്കൊരു ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ തിക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്, തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ സൈഡിൽ ഇതുപോലെയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നതും നമുക്കൊരു നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് വടിച്ചെടുത്ത് ഈ ഒരു പാലിലോട്ട് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം അതൊക്കെ നമ്മുടെ ഈ പാലിൻ്റെ ഫുൾ ഫാറ്റ് മിൽക്കായി നമ്മൾ എടുത്തത് കൊണ്ട് അതിൻ്റെ ഫാറ്റൊക്കെ ഇങ്ങനെ സൈഡിൽ അടിഞ്ഞിരിക്കുന്നതാണ്. അതൊക്കെയാണ് ഇതിന് രുചി കൊടുക്കുന്നത് തന്നെ. അപ്പോൾ അതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വടിച്ചെടുത്ത് ഇച്ചിരി കട്ടിയായിട്ട് കിടന്നാലും അല്ലെങ്കിൽ കട്ടകളായിട്ട് കിടന്നാലും കുഴപ്പമില്ല. കാരണം നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കസ്റ്റർഡ് ക്രീമൊക്കെ ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കസ്റ്റർഡ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ സൈഡിലത്തെയും കൂടെ ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ നേരം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന സേമിയ എന്തായെന്നുള്ളത് നോക്കാം. ആ കപ്പ് ഷേപ്പിലൊക്കെ ആയിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കവറൊക്കെ ഒന്ന് തുറന്ന് കാണിക്കാം. നമ്മൾ കവർ വെച്ചതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് പോരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ വളരെ കുറച്ച് മാത്രം, ഞാൻ ഇടയ്ക്ക് ഒരു പോരായ്മ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു കൊട്ട എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സൈഡിന് ചെറുതായിട്ടൊരു പോരായ്മയുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഏകദേശം 1.5 കപ്പാണ് എടുത്തത്. അപ്പോൾ ആ 1.5 കപ്പ് തികയാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. 2 പാത്രത്തിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിലും നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു കുഞ്ഞു കിളിക്കൂട് പോലെയൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഷേപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള പാത്രത്തിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 2 കൂടെ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ കപ്പുകളൊക്കെ റെഡിയാണ്. അപ്പോൾ ഇച്ചിരി കുഴിയുള്ള പാത്രമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കുഴിയുള്ള ഒരു കപ്പായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാണാനൊക്കെ ഭംഗിയാണ്. ഇത് ഇങ്ങനെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ ഒത്തിരി നല്ലതാണ് കേട്ടോ. ഈ ഒരു സേമിയൊക്കെ ഇങ്ങനെ നല്ല കടിച്ച് ക്രിസ്പി ആയിട്ട് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്തായി നമ്മുടെ കസ്റ്റേർഡ് എന്ന് നോക്കാം. അപ്പോൾ കസ്റ്റേർഡ് നന്നായിട്ട് ചൂടൊക്കെ ആറി പാടയൊക്കെ കെട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി നമുക്ക് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ മിക്സിയിൽ അടിക്കുന്നതിന് മുന്നേ ഞാൻ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്ത് വരാം. നോക്കിക്ക് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറിലാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ കസ്റ്റർഡ് പൗഡറൊക്കെ നമ്മൾ കലക്കിയിട്ട് ആ പൊടിയൊക്കെ കലക്കി നല്ല ക്രീമി ആയിട്ട് എടുക്കില്ലേ, അതേ ടേസ്റ്റിൽ തന്നെ നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു രുചിയിലാണ് നമുക്കിത് നമ്മുടെ ഒരു കസ്റ്റർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ നല്ല തിക്കായിട്ട് കുറുകിയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ സമയം എടുത്ത് കുറുക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പ് ഉണ്ടല്ലോ, ആ സേമിയയുടെ കപ്പിനകത്തോട്ട് ഇതൊന്ന് നിറച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണോ നിങ്ങൾക്ക് നിറയ്ക്കാൻ ഇഷ്ടം അതനുസരിച്ച്, അല്ലെങ്കിൽ ഇത് തന്നെ മാറ്റി കഴിക്കാനാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഇതിൻ്റെ മേലൊഴിച്ച് കഴിക്കാനാണോ ഇഷ്ടം, അതൊക്കെ നമ്മുടെ രീതിയിൽ ഇതൊന്ന് സെർവ് ചെയ്യുക. ഞാനിപ്പോൾ ഇന്ന് ആ കപ്പ് പോലത്തെ ഇരിക്കുന്ന കുഴിയുള്ള ഭാഗത്താണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്പം കുഴിയുള്ള ഒരു പാത്രമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങ് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമുക്കിതിൻ്റെ മേലെ അല്പം ഡ്രൈ നട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ അല്പം പിസ്തയൊക്കെ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നെ ഇവിടെ കസ്റ്റർഡ് ക്രീം ബാക്കി വന്നതും ഞാൻ ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ സെർവ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് കോരി കുടിക്കാൻ നല്ല സ്വാദാണ്. ഇത് ശരിക്കും ഇത് പല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു കസ്റ്റർഡ് ക്രീം നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു പാത്രത്തിനകത്ത് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഐസ്ക്രീമായിട്ട് ഫ്രീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഐസ്ക്രീമായിട്ട് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേക്കൊക്കെ ഉണ്ടാക്കി ആ കേക്കിൻ്റെ മേലെയാണെങ്കിലും ഇതുപോലത്തെ കസ്റ്റർഡ് ക്രീം ഒഴിച്ച് കഴിക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. സാധാരണ ഫ്രൂട്ട് സലാഡൊക്കെ കസ്റ്റർഡ് പൗഡർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുക. എന്നാൽ അതേ രുചിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു അരിപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.